ബ്രേക്കാണോ ഇത്? സുരേഷേ, ഐശ്വര്യോട്ട് വലുത് ആലോചിച്ചിറങ്ങ്. ഇത് ഇടത് കാലല്ലേ, വലുത് ആലോചിച്ചിറങ്ങ്. ബ്യൂട്ടി പാർലറിൽ പോയതിന്റെ ഗുണമുണ്ട്. കൊള്ളാം കൊള്ളാം, മതി. എനിക്ക് 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി സെറ്റപ്പിന്. അച്ഛനും മോൻ അളിയന്മാരെ ഇറക്കാൻ. അച്ഛൻ അമ്മ അളിയൻ എല്ലാരും നടരാജ വണ്ടി കൊണ്ടുവയ്ക്കോ. ഞാൻ നിന്നെ കാണിക്കുന്ന 10ാമത്തെ പെണ്ണായ. ഇതും സെറ്റപ്പ് ആയില്ലെങ്കിൽ ഈ രാമകൃഷ്ണ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ എന്റെ വീടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന വീടാണിത്. അന്തസ്സായിട്ട് പെരുമാറണം. അതെനിക്കറിയാം, ഞാൻ ഗൾഫിലല്ലേ. പിന്നെ 25 സെന്റ് സ്ഥലവും വീടും ഉണ്ട്. ഇത് നീ വേണമെന്ന് ചുറ്റിയിടന്ന് കണ്ടോ. ഞാൻ അകത്ത് പോയെന്ന് സെറ്റപ്പ് ആക്കട്ടെ. ചേട്ടാ 2 ആഴ്ചത്തെ ലീവ് ഉള്ള എനിക്ക്. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി. വാടാ, ഞാൻ ചുറ്റി നടന്നൊന്ന് കാണട്ടെ. ചെല്ല് ചെല്ല്. ഉറങ്ങ. ടീച്ചറെ, അവര് വന്നോ? 10 മണി വരെ കാത്തിരിക്കുക. ചെക്കൻ, അച്ഛൻ, അമ്മാവൻ, അളിയന്മാരെല്ലാരും വരുത്തിയിട്ടുണ്ട്. ടീച്ചർ കണ്ടോ, ഞാൻ സെറ്റപ്പ് ആക്കും. സുരേഷ് എവിടെ? ഏട്ടൻ മുറിയിലുണ്ട്. ടീച്ചറെ, സുരേഷ് ഏറി വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിച്ച സെറ്റപ്പ് പൊളിയും. ഞാൻ അവനോട് പറയാം, ഒന്ന് നന്നായിട്ടൊക്കെ പെരുമാറാൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, ചിട്ടിക്കാശ് കിട്ടിയിട്ട് മതി പെണ്ണ് കാണലെന്നൊക്കെ. കല്യാണം ഉറപ്പിച്ച് ഡേറ്റ് എത്തി. ചിട്ടിക്കാശ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സെറ്റപ്പ് തരുമോ? എനിക്കങ്ങനെ നാണം കിടപ്പയ്യ. സുരേഷ് ഏട്ടാ, എല്ലാം ശരിയാവുന്നേ. ആദ്യം പെണ്ണ് കാണൽ നടക്കട്ടെ, പിന്നെ ചിട്ടിക്കാശ്. അത് അമ്മാവൻ ഏറ്റിട്ടുണ്ടല്ലോ. അമ്മാവൻ അയാൾക്ക് നിനക്കൊന്നും പ്രശ്നമില്ലല്ലോ. ചേട്ടാ ഒന്ന് പതുക്കെ, അവര് കേൾക്കും. ഞാനേ 10 പേരറിയുന്ന താലൂക്ക് ലെവലിലുള്ള രാഷ്ട്രീയ നേതാവാ. പെങ്ങളുടെ കല്യാണം കാശില്ലാതെ മുടങ്ങെന്ന് പറഞ്ഞാലേ നശിക്കുന്നത് എന്റെ പ്രതിച്ഛായ. അറിയോ നിനക്ക്? കാശ് കിട്ടിയിട്ട് ആലോചിക്കാന്ന് വെച്ചാ അവളുടെ പ്രായം പോവല്ലേ മോനെ. ഒരു കാര്യം ഉറച്ചു കിട്ടിയ അമ്മാവിന് ഒരു ചോറുണ്ടാവും. ചിട്ടിക്കാശ് എത്രയും വേഗം കിട്ടുകയും ചെയ്യും. എല്ലാരും കൂടെ നടത്തിക്കോ, ഞാൻ ഒഴിവാ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്കോ. സെറ്റപ്പ് അകത്തോട്ട് കാണുന്നില്ലല്ലോ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് വന്നത് ലേറ്റ് ആയിട്ടാണല്ലോ. അതെ. വാഷിംഗ് മെഷീൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കരുതെന്ന്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ല, ടീച്ചറുടെ അനിയത്തി പോലെയാ. അയ്യോ, പോലെയല്ല, അനിയത്തി തന്നെ. പിന്നെ ഈ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കും. മുട്ടായി മേടിച്ചെന്നാ അനുസരിക്കാം. 10 കാൽവറീസ്. അത് മതിയാവും. ഇന്നത്തേക്ക് അത് മതിയാവും. ശരി, വാങ്ങിത്തരാം. അതെ, അനിതയെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട്. സ്വല്പം നേരത്തേക്ക് നീ അങ്ങോട്ട് വരരുത്. ഈ ചേട്ടൻ വാക്ക് പറഞ്ഞ പാലിക്കേ ഇല്ല. എനിക്ക് സിൽക്കിന്റെ ചുരിദാർ വാങ്ങി തരാന്നോട്ട് വാങ്ങി തന്നോ? അത് വാങ്ങി തരാന്ന് കയ്യിലടി സത്യം ചെയ്ത് ഞാൻ അനുസരിക്കാം. കയ്യിലെടുത്ത് 10 കാഡ്ബറീസും സിൽക്ക് ചുരിദാറും വാങ്ങിത്തരാം. പിന്നെ ഈ സാരിയും കൂടെ കഴി കഴിഞ്ഞാലേ ഞാൻ അകത്തോട്ട് വരാം. എന്നിട്ട് നല്ലൊരു പാട്ട് പാടിത്തരാം. ചതിക്കരുത്. നീ അന്ന് പാട്ട് പാടിയിട്ട് അനിതയെ കാണാൻ വന്ന പാർട്ടികൾ ഉടക്കിപ്പോയത്. പറഞ്ഞനുസരിക്കുന്ന പോലല്ലേ വരരുത്. അവിടേക്ക് വരരുതെന്ന് പറഞ്ഞാൽ വരരുത്, മനസ്സിലായോ? എനിക്ക് സിൽക്കിന്റെ ചുരിദാറും 10 കാൽവറീസ് വാങ്ങി തരുമോ? വാങ്ങിത്തരാം, വരരുത്. ബിസിനസ് കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ച ശേഷം ഞാനാ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പെൺകുട്ടി ഇയാളുടെ മൂത്തോ ഇളയതോ? 1 വയസ്സിന് മൂത്തതാ. സുരേഷ് എനിക്ക് ഒറ്റ മോനാ. എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. അതിനുമ്പ് നടത്തിയിട്ട്. ഇതാരാ? ഞാൻ ബ്രദറാ. ഞാൻ ഗൾഫിലാ. അറിയാം. സെറ്റപ്പേട്ട ഇങ്ങ് വന്നാളിയാ. ഈ പോയി വന്നപ്പോണ്ടായില്ലല്ലോ. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. ചേട്ടാ, എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. വേഗം നടത്തി തരണം. സെറ്റപ്പേട്ടാ, എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. എന്തിന് 2 ആഴ്ച? 2 ദിവസം പോരെ ഈ സെറ്റപ്പിന്. നീ അകത്ത് പോയി സെറ്റപ്പ് ആക്കി. അളിയനല്ലേ? അതെ. മാരീഡാണോ? അല്ല. ഒരെണ്ണം സെറ്റപ്പ് ആക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലോചിക്കടേ. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ചെക്കനെ 6 വർഷമായിട്ട് ഗൾഫിലാ. നല്ല ശമ്പളം. എനിക്ക് ഒറ്റ മകൻ. കിട്ടൂലേ? ടീച്ചർ പറയ്. ഈ ഇരിക്കുന്ന ഉരുപ്പടിയും കിട്ടുമല്ലയോ? ഇവിടെയും സ്ത്രീധനത്തിന്റെ കാര്യം ചോദിച്ചു അല്ലേ? ചോദിച്ചു. അപ്പൊ ഇതും ഗോവിന്ദ. ഈ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 2 ലക്ഷം രൂപ 100 പവന്റെ സ്വർണവും. ഇന്നത്തെ കാലത്ത് ഒരു എമൗണ്ട് ഒന്നല്ലല്ലോ. സ്ത്രീധനത്തിന്റെ കാര്യം ഇവരാരും പറഞ്ഞിരുന്നില്ല. അവരെന്തിനാ പറയണ്? ഈ ഇരിക്കുന്ന ഉരുപ്പടിയുടെ ഉടമസ്ഥൻ ഞാനല്ലേ പറയണ്ടേ? സമയമായപ്പോ ഞാനിതാ പറഞ്ഞിരിക്കുന്നു. ചേച്ചി, അവർക്ക് ചായ വേണ്ടെന്ന്. നീ എങ്ങോട്ടാണ് ഈ നോക്കുന്നേ? നിങ്ങളൊരു റിട്ടയർഡ് ടീച്ചറാ. എന്നിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചേക്കണേ കാശ് എണ്ണേണ്ടി വരുന്ന അറിയില്ല. വായി നോക്കാതെ എണീച്ചു വാടാ. ടീച്ചറെ, വിഷമിക്കണ്ട. ഇതല്ലെങ്കിൽ മറ്റൊന്ന്.
രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. ഇനി ഒരു പെണ്ണിനെ കൂടി കാണാണ്ട്. ആ മൂന്നാലാണെങ്കിൽ വണ്ടി കൊണ്ട് വരാണ്ട് അയാളെ കാണാനില്ല. വണ്ടി വന്നല്ലോ അല്ലേ? ആരാ സുരേഷ്? ഞാനാ സുരേഷ്. നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടോളൂ. ഇല്ല അച്ഛാ, നമുക്ക് പെണ്ണാണാൻ പോവാ. പിന്നെന്താ, പെണ്ണും കള്ളും ഒക്കെ വണ്ടിയിലുണ്ട്. അച്ഛ കള്ളുണ്ടെന്ന്. ഈ കാറ് AC ആണാ DC ആണാ? AC/DC. ആണാ? അവൻ ഭാഗ്യവാനാ. സുരേഷ് എന്താ പ്രശ്നം പറ. നിന്റെ തന്തയ്ക്ക് പൊളിച്ചെടുക്കലായിരുന്നല്ലോ പണി. എനിക്കാണെങ്കിൽ ആദിത്യവർമ്മയുടെ കുടുംബം തകർക്കുകയും വേണം. അത് പറയാട്ടോ. അന്ന് ഞാൻ പണം മോഹിച്ചല്ല ചെയ്തത്. എന്റെ മോഹം എന്തായിരുന്നെന്ന് അന്ന് നിന്റെ തന്തയോ ഇന്ന് നീയോ അറിയേണ്ട കാര്യമില്ല. അല്ല ചന്ദ്രു, ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയാൻ നിനക്കുള്ള സമയവും കാലവും ഒക്കെ കഴിഞ്ഞുപോയി. ഇനി എനിക്ക് ആവശ്യം നിന്റെ തന്തയെ കൊണ്ട് ഒപ്പിടിയിട്ട എഗ്രിമെന്റാ. അതിന് തന്നേരെ സുരേഷേ. നിനക്ക് അമ്മയുണ്ട്, അനിയനുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു അനിയത്തിയുണ്ട്. എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ? ഇന്ന് വരെ ചന്ദ്രു ആഗ്രഹിച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. നിന്റെ കുടുംബം ഇല്ലാതായി പോകരുത്, അതിനുവേണ്ടി പറയുന്നതാണ്. ആ എഗ്രിമെന്റുമായി ആരെങ്കിലും ആദിത്യവർമ്മയുടെ നാലക്കൽ തറവാട് പൊളിക്കാൻ ചെന്നാൽ തകർത്തണം ഞാൻ നിന്റെ കുടുംബത്തെ. സത്യമാ ഞാൻ പറയുന്നത്. നിനക്ക് ഞാൻ ഒരു അവസരം കൂടി തരാം. എന്റെ ലക്ഷ്യങ്ങൾ മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം കൂടിയാണ് നീ തകർക്കാൻ പോകുന്നത്. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റുമായിട്ട് നാളെ വരിക. ചന്ദ്രു, നീ പോ സുരേഷേ. ചന്ദ്രു ഞാനത് പോടാ, പോ, പോടാ. ആരാവന്മാര്? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറ. അതിനുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. പാർട്ടിയുടെ പ്രശ്നമാണോ അതോ ഇനി നിന്റെ കൂട്ടുകെട്ടിൽ നിന്നുള്ള പ്രശ്നമാണോ? നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. അതൊക്കെ അങ്ങനെ വരും പോകും. എനിക്കത് വിശ്വസിക്കാവോ? തീർച്ചയായും. എങ്കിൽ നിന്റെ കളിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ കല്യാണം നടത്താൻ കൂടുതൽ ശ്രദ്ധിക്കേ. ഇവളുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? ഇവരെക്കാളൊക്കെ വേദന എനിക്കുണ്ട്. എന്താ ഈ പറയുന്നത്? 24 വയസ്സായി ഇവക്ക്. ചിട്ടിക്കാശ് കിട്ടട്ടെ, കല്യാണം ഞാൻ നടത്തി കാണിക്കാം. ഈശ്വര, ഇത് കേട്ടാ മതി എനിക്ക്. ഇവന്റെ ഉത്തരവാദിത്തം ഇല്ലാത്ത പോക്ക് കാണുമ്പോഴായിരുന്നു എനിക്ക് അവലാതി. ഇനി അങ്ങനെയുള്ള ആവലാതികളൊന്നും വേണ്ട. നല്ല കാര്യപ്രാപ്തിയുള്ളവനാ ഇവൻ. അല്ലാതെ രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ. പക്ഷേ രാഷ്ട്രീയത്തിലുള്ള താല്പര്യം വീട്ടിൽ കൂടെ കാണിക്കണം. ആദ്യം വീട്, പിന്നെയാ നാട്. ചിട്ടിക്കാശ് ഉടനെ റെഡിയാവും. ജാമ്യം നിൽക്കാൻ ആരെയും തരപ്പെടുത്തിക്കൂ. നീ അവിടെ വരെ വന്ന് ഒപ്പിട്ടാ മാത്രം മതി. ശരിയേട്ടാ. ഞാൻ ഇറങ്ങട്ടെ. ആച്ചി വന്നില്ലല്ലോ. അവൻ രാത്രി വൈകുമെന്ന് പറഞ്ഞിരുന്നു. ദൂരെ എവിടെ ഒരു ബിൽഡിംഗ് നോക്കാൻ പോയതാ. കുറെ ദിവസങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ നടക്കുക. ആ ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം അവൻ നടത്തിക്കൊള്ളാന്നാ പറയുന്നേ. അവൻ മിടുക്കനാ, ഇവനെ പോലെയല്ല. ഇപ്പൊ പോയ കാര്യം നടക്കുന്ന അവൻ പറയുന്നേ. ഈശ്വര, നടന്നാ മതിയായിരുന്നു. നീ പൂജാമുറി കയറി മനസ്സൊരുക്കി പ്രാർത്ഥിക്കും. എല്ലാം ദൈവം നടത്തി തരും. വരട്ടെ. നീ ഇതുവരെ എവിടെയായിരുന്നടാ? ഞങ്ങളൊരു കെട്ടിടം നോക്കാൻ പോയതാ. ദേ, പാതിരാക്കുള്ള കെട്ടിടം നോക്കലൊക്കെ നിർത്തിക്കൂ. എല്ലാം പകല് മതി. കുറച്ച് ദൂരെ. ശരി ശരി. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നേ? ഒന്നില്ലമ്മേ. അത് നടക്കില്ല ടീച്ചറെ. വേറെ ആരോ അഡ്വാൻസ് കൊടുത്തു. എന്റെ ദൈവമേ, എന്തിനാ വിഷമിക്കണേ? നമ്മക്കത് വിധിച്ചിട്ടാന്ന് വിചാരിച്ചാ മതി. നീ ടെൻഷൻ അടിക്കാതെ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. പണ്ടത്തെ പോലെയല്ല ടീച്ചറെ, ഒരുപാട് ആൾക്കാരാ, ഭയങ്കര കോമ്പറ്റീഷൻ. എന്നാ ഞാൻ വരട്ടെ. ഇന്നലെ അമ്മാവൻ പറഞ്ഞിരുന്നു ചിട്ടിക്കാശ് ഉടനെ തന്നെ ആവുന്നു. ഉടനെയാന്ന് പറയല്ലാതെ അതെങ്ങ് കിട്ടുന്നില്ലല്ലോ. ഇനി അതും വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുന്ന നല്ലത്. അമ്മയോടൊരു കാര്യം പറയട്ടെ. അമ്മയ്ക്ക് എതിർപ്പില്ലെങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചൂടെ? ഞാനും ഓർത്തതാ, അല്ലാതെ ഒരു മാർഗവും കാണുന്നില്ലല്ലോ. അമ്മാവൻ എന്ന് ചിട്ടിക്കാശായിരുന്നു അന്ന് നമുക്ക് എടുക്കാലോ. പിന്നെ ഞാനും അമ്മയും ഇസ്മായിൽക്കെ മാത്രം അറിഞ്ഞാൽ മതി. ഇസ്മായിൽക്കായ്ക്ക് ബാങ്കുമായിട്ട് നല്ല അടുപ്പമുള്ളതാ. കാശ് കിട്ടാൻ താമസം ഉണ്ടാവില്ല.
അജി, മോനെ അജി, എന്താ അമ്മേ? ആധാരം കാണുന്നില്ലല്ലോ. ആ, അമ്മ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ നോക്കട്ടെ. ഇല്ല, അതിലെങ്ങും കാണില്ല. ഞാൻ ആ ഫയലിൽ തന്നെയാ വെച്ചിരുന്നേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മേ, സുരേഷേട്ടനെങ്ങാനും? എന്റെ ഈശ്വരാ. ആമേ, നമുക്ക് സുരേഷേട്ടന്റെ റൂം പോയി നോക്കാം. ഈ അലമാരിയിലൊന്ന് നോക്കാം. എന്താ? ഏതോ ഒരു നാലക്കൽ തറവാട് പൊളിക്കാനെടുത്തതിന്റെ എഗ്രിമെന്റാ. പൊളിക്കാനോ? ആരെടുത്തുന്ന്? അച്ഛൻ. ഇതെങ്ങനെ സുരേഷിന്റെ മുറി വന്നു? അവനിതുവരെ പറഞ്ഞില്ലല്ലോ. ഡേറ്റ് ഏതാ നോക്കിയേ? നവംബർ 10-ാം തീയതി, അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം. ഈശ്വര, എന്തൊക്കെയാ ഇത്? ഇതിലാരാ ഒപ്പിട്ടിരിക്കുന്ന നോക്കിയേ? അച്ഛൻ, പിന്നെ നാലക്കൽ തറവാടിന്റെ ഉടമസ്ഥൻ ഒരു ആദിത്യവർമ്മ. അപ്പോ ഈ വീടിന്റെ ആധാരോ? ആധാരം കാണുന്നില്ലോ അമ്മേ. ഈശ്വര, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി സുരേഷ് വല്ല അവിവേകം കാണിച്ചോ? ഏതായാലും നീ നാളെ തന്നെ ഈ നാലക്കൽ തറവാട്ടിൽ ചെല്ല്. ഇക്കാര്യം ഇപ്പൊ വേറെ ആരും അറിയണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എന്നോട് പറയുമായിരുന്നു, അനിതയുടെ കല്യാണം ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകും, അതിനുവേണ്ടി ഒരു കെട്ടിടം കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ. ഇതതാകാനാ സാധ്യത. എല്ലാം നല്ലതിനാ മോനെ. ഒരു കാര്യം ചെയ്യാം, ഞാനും സൂര്യൻ കൂടെ നാളെ പോവാം. എവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞേ? കണയന്നൂർ താലൂക്കിൽ രാമേശ്വരം വില്ലേജിൽ നാലക്കൽ മന.